വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വാർദ്ധക്യമെത്തുമ്പോൾ വൃദ്ധസദനങ്ങളിൽ തള്ളുന്ന മക്കൾക്ക് ഒരു തിരുത്ത്. ജീവിതകാലം മുഴുവൻ ഏകാഗിയായിരുന്നിട്ടും ഈ 72-ാം വയസ്സിൽ ഏകാന്തതയും വാർദ്ധക്യവും തളർത്തുമ്പോഴും തലശ്ശേരി ചേറ്റംകുന്നിലെ പൊന്നമ്പത്ത് രാമചന്ദ്രൻ അഭയം ചോദിച്ച് ഒരു വൃദ്ധസദനത്തിന്റെ വാതിലിൽ മുട്ടിയില്ല. കാരണം മറ്റൊന്നുമല്ല, താൻ അരുമയായി പോറ്റുന്ന 20-ലധികം പൂച്ചകൾക്ക് പിന്നെ ആരുണ്ടാകുമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ആയകാലത്ത് ഇന്ത്യയുടെ അതിർത്തി കാത്ത ഈ വിമുക്ത ഭടൻ ഇന്ന് പൂച്ചകളുടെ വളർത്തച്ഛനും കാവലാളുമാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. ഈ പൂച്ചക്കണ്ണുകളിലെ ഗോതമ്പ് പാടം വിട്ട് രാമചന്ദ്രന് എങ്ങും പോകാനാകില്ല. കാരണം തനിക്ക് ഇവർക്ക് താനും മാത്രമേ കൂട്ടിനുള്ളൂ എന്ന് ഈ സായന്തന കാലത്തിനിടയ്ക്ക് രാമചന്ദ്രൻ പലവട്ടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പൂച്ചകളും അങ്ങനെ തന്നെ കരുതുന്നുണ്ടാവണം. മുട്ടിയുരുമിയും കാലിൽ വാലുരസിയും തങ്ങളെ വിട്ടുപോകരുതെന്ന് ഇവ നിരന്തരം പ്രാർത്ഥിക്കുന്നത് രാമചന്ദ്രന് കേൾക്കാം. ഒരുപക്ഷെ രാമചന്ദ്രന് മാത്രം. കാരണം അവിവാഹിതനായ രാമചന്ദ്രന് 3 സഹോദരിമാരുണ്ടായിരുന്നു. അവർ 3 പേരും മരണപ്പെട്ടു. ഇവരിൽ ഒരു സഹോദരി വിവാഹിത ആയിരുന്നെങ്കിലും മക്കൾ ഉണ്ടായിരുന്നില്ല. ആ പെങ്ങൾ കൂടി മരണമടഞ്ഞപ്പോൾ അവർ പോറ്റിയ പൂച്ചയെ എടുത്ത് വളർത്തി രാമചന്ദ്രൻ. ഇന്ന് കൂട്ട് ഈ 20-ലേറെ വരുന്ന പൂച്ച മാത്രമാണ്. പട്ടാളത്തിൽ നിന്നും വിരമിച്ചപ്പോൾ സെക്യൂരിറ്റി ജോലിക്ക് പോയി. പിന്നെ അതും ഉപേക്ഷിച്ച് ഏകനായി വീട്ടിൽ എത്തിയപ്പോൾ തുണ ഈ പൂച്ചകളായിരുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായി പൂച്ചകളോടൊത്തുള്ള സഹവാസം തുടങ്ങിയിട്ട് താൻ പാകം ചെയ്യുന്ന ഭക്ഷണം വൃത്തിയുള്ള 3 പാത്രങ്ങളിൽ ഇവർക്ക് വിളമ്പിയ ശേഷമാണ് തന്റെ പാത്രത്തിൽ രാമചന്ദ്രൻ ഭക്ഷണം വിളമ്പാറ്. ഇവർക്കൊപ്പമാണ് അത് കഴിക്കുന്നതും. നന്ദികേട് മനുഷ്യന്റെ പര്യായ പദങ്ങളിൽ ഒന്നായി ഇടം പിടിക്കുമ്പോൾ മനുഷ്യരെക്കാൾ നന്ദി ഈ മിണ്ടാപ്രാണികൾക്കുണ്ടെന്ന് രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം മക്കളായി രാമചന്ദ്രൻ ഇവയെ കരുതുന്നു. തന്റെ പൂച്ച സഹവാസത്തെക്കുറിച്ച് രാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. പെങ്ങൾ ഇത് വളർത്തിയതാണ്. അപ്പോൾ ഓള് മരണപ്പെട്ടതിന് ശേഷം പിന്നെ നോക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് ഞാൻ പണിക്കും പോവും. ഇവിടെ വന്നിട്ട് ഈ സമയത്ത് ഇവരെയും നോക്കൂ. അപ്പോഴത്തെ മറ്റേ 2 പെങ്ങന്മാർ മരിച്ച് സുഖമില്ലാണ്ടായിട്ട് പിന്നെ ഞാൻ ഒറ്റക്കായിട്ട് പിന്നെ ഇപ്പോൾ ഇവരെ ഇങ്ങനെ നീങ്ങുന്നു. ഇപ്പം 10-20 ഉണ്ട്. എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് ഇവരെല്ലാം കൂട്ടിലുണ്ടാകുമ്പോൾ എനിക്കെന്തൊരു വിഷമം വന്നിന്. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും രാമചന്ദ്രനെ രക്ഷിച്ച് അഗതി മന്ദിരത്തിലെത്തിക്കാൻ വന്ന ജീവകാരുണ്യ പ്രവർത്തകനായ ബാബു പാറാലിനോട് രാമചന്ദ്രൻ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. താൻ പോയാൽ ഈ പൂച്ചകളെ ആര് നോക്കുമെന്നായിരുന്നു എന്ന് ബാബു പാറാൽ പറയുന്നു. ആകെ ഇവർക്ക് ഇപ്പോൾ കൂട്ടുന്നവരെ 10-25 പൂച്ചകൾ മാത്രമാണുള്ളത്. ബന്ധുക്കളോ മറ്റാരും ഇയാൾ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല. ഈ രാമചന്ദ്രേട്ടനെ ഏതെങ്കിലും നമ്മളുടെ ഒരു അഗതി മന്ദിരത്തിൽ എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ രാമചന്ദ്രേട്ടൻ എന്നോട് ചോദിക്കുന്നത് ഈ മിണ്ടാപ്രാണികൾക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ആരാണ് തുണയാന്നാ. ഇപ്പോൾ രാമചന്ദ്രൻ ഇപ്പോൾ കൂട്ടിന് എല്ലാ ബന്ധുക്കളും എല്ലാമായിട്ട് ഈ പൂച്ചകൾ മാത്രമാണുള്ളത്. ഈ രാമചന്ദ്രൻ ജീവിക്കുന്നത് തന്നെ പൂച്ചകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇരുണ്ടുപോയ ഹൃദയങ്ങളുള്ള ലോകത്ത് സ്നേഹത്തിന്റെ മെഴുകുതിരി തെളിച്ച് ഈ പൂച്ചകളുമായി രാമചന്ദ്രൻ ജീവിതയാത്ര തുടരുന്നു. സങ്കീർണതകളോ സംഘർഷങ്ങളോ ഇല്ലാതെ ഇത്രമേൽ ലളിതമായി ആവിഷ്കരിക്കാവുന്നതേ ഉള്ളൂ ഒരു ജീവിതമെന്ന് രാമചന്ദ്രനും ഈ പൂച്ചകളും ചേറ്റംകുന്നിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറയും പോലെ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.